മെക്സവൻ വിവാദത്തിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെതിരെ സമസ്ത യുവജന സംഘടന രംഗത്ത് വന്നിരിക്കുകയാണ്. മുസ്ലിമുകൾ ഉൾപ്പെട്ട കൂട്ടായ്മകളെ സംശയമുനയിൽ നിർത്തരുതെന്ന് SKSSF വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ പറയുന്നു. CPM തുടങ്ങിയ വിവാദം BJP ഏറ്റെടുത്തുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപിക്കുന്നുണ്ട്. സത്താർ പന്തല്ലൂരിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. മെക്സവൻ വിവാദം എന്ന തലക്കെട്ടാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് നൽകിയിരിക്കുന്നത്. 7 കാറ്റഗറിയിലുള്ള 21 വ്യായാമങ്ങൾ അടങ്ങിയ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ മെക്സവൻ വളരെ മുൻപ് തന്നെ കേരളത്തിലുണ്ടെങ്കിലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് ചർച്ചയായത്. കഴിഞ്ഞയാഴ്ച CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ രൂക്ഷ വിമർശനം ഉയർത്തിയതോടെയാണ് മെക്സവനെ കുറിച്ച് കൂടുതൽ ആളുകൾ കേട്ടത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമാണ് മെക്സവന് പിന്നിലെന്നാണ് പി മോഹനൻ പറഞ്ഞത്. എന്നാൽ അദ്ദേഹം ഇതിനെ മയപ്പെടുത്തി പ്രസ്താവന ഇറക്കി. മെക്സവനെ കുറിച്ച് മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പൊതുയിടങ്ങളിൽ മതരാഷ്ട്രവാദികൾ നുഴഞ്ഞു കയറുമെന്ന ആശങ്ക പങ്കുവയ്ക്കുകയാണ് ചെയ്തതെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായ പൊതു ഇടമാണ് മെക്സവനെന്നും മോഹനൻ ഇന്ന് പറഞ്ഞു. ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് നാട്ടിൽ സജീവമായ 35 മുതൽ 40 വയസ്സിന് മുകളിലുള്ള പാർട്ടി മതഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ ഈ കൂട്ടായ്മകളിൽ അംഗമാണെന്നാണ്. കോവിഡിന് ശേഷം ആളുകൾ പൊതുവെ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളാണ്. ഈ സാഹചര്യം കൂടി മെക്സവൻ കൂട്ടായ്മയ്ക്ക് വേഗത്തിൽ പ്രചാരണം കിട്ടാൻ കാരണമായിട്ടുണ്ട്. അരാഷ്ട്രീയ സ്വഭാവത്തോടെയുള്ള സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ സംശയത്തോടെ മാത്രമേ കാണൂ. ഒരുപക്ഷെ CPM നേതാവ് വിമർശനവുമായി വരാൻ കാരണം ഇതാകും. ഇനി മതരാഷ്ട്രവാദികളും തീവ്രവാദികളും പിടിമുറുക്കും എന്നാണ് മോഹനന് ആശങ്കയെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യേണ്ടതുമാണ്. കാരണം പൊതുകൂട്ടായ്മകളുടെ മുന്നിൽ നിന്ന് അതിനെ ഹൈജാക്ക് ചെയ്യുന്ന സ്വഭാവം ഇത്തരം സംഘടനകൾക്കുണ്ട്. മെക്സവന് പിന്നിലുള്ളവർ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിനൊപ്പം ഇതേ ആശങ്ക കേരള പോലീസിൽ പിടിമുറുക്കിയ RSS കരങ്ങളെക്കുറിച്ച് മോഹനൻ മാഷിന് ഉണ്ടാകണമെന്നും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം എന്തു വന്നാലും പോലീസ് ആസ്ഥാനത്ത് RSS അജണ്ട നടപ്പാക്കും എന്നും തടയാൻ കഴിയുമെങ്കിൽ തടഞ്ഞോ എന്നും പ്രഖ്യാപിച്ച IG സുരേഷ് രാജ് പുരോഹിത് അടക്കമുള്ളവർ മോഹനൻ മാഷിന്റെ പാർട്ടി ഭരിക്കുമ്പോഴാണ് സർവീസിലിരുന്നത്. കേരള പോലീസിന്റെ അജണ്ട സെറ്റ് ചെയ്യുന്നത് RSS ആണെന്ന് പറഞ്ഞത് കേരളം ഭരിക്കുന്ന കക്ഷിയുടെ അഖിലേന്ത്യാ നേതാവായ ആനി രാജയാണ്. ചുരുക്കത്തിൽ മുസ്ലിമുകളുടെയോ മുസ്ലിങ്ങൾ ഉൾപ്പെട്ടതോ ആയ ഏത് കൂട്ടായ്മകളെയും സംശയത്തോടെ കാണുന്ന കാഴ്ചപ്പാട് അംഗീകരിക്കാനാകില്ല. ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലോ പൊതുവായ മുന്നേറ്റങ്ങളിലോ ജനകീയ സമരങ്ങളിലോ മുസ്ലിമുകൾ ഉണ്ടെങ്കിൽ അതിനെ മറ്റൊരു കണ്ണിലൂടെ നോക്കിക്കാണുന്ന പ്രവണത മുൻപും കേരളത്തിലുണ്ടായിട്ടുണ്ട്. മുസ്ലിമുകളുടെ അടയാളങ്ങളും അവരുടെ ഉടമസ്ഥതയിലുള്ള ബിസിനസ് സംരംഭങ്ങളെപ്പോലും സംശയനിഴലിലേക്ക് എത്തിക്കുന്ന നീക്കങ്ങളുമുണ്ടായി. CPM നേതാവ് തുടങ്ങി വെച്ച് BJP നേതാക്കൾ ഏറ്റുപിടിച്ച ഇപ്പോഴത്തെ ക്യാമ്പയിനെ ആ നിലയ്ക്ക് കാണാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം മെക്സവൻ വിവാദത്തിൽ തന്റെ നിലപാട് മയപ്പെടുത്തി പി മോഹനൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വ്യായാമ കൂട്ടായ്മയായ മെക്സവനെ എതിർക്കേണ്ട കാര്യം തങ്ങൾക്കില്ലെന്നായിരുന്നു CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ തന്റെ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. മെക്സവനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, പൊതുയിടങ്ങളിൽ മതരാഷ്ട്രവാദികൾ നുഴഞ്ഞു കയറുമെന്ന ആശങ്ക പങ്കുവയ്ക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അപൂർവമായി ചിലയിടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI, സംഘപരിവാർ തുടങ്ങിയ സംഘടനകൾ നുഴഞ്ഞു കയറുകയും അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ ജാഗ്രത പുലർത്തണം. ഒരു മതത്തെയും കുറിച്ച് പറഞ്ഞിട്ടില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു നീക്കത്തെയും അനുവദിക്കില്ല. രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായ പൊതു ഇടമാണ് മെക്സവൻ. ആരോഗ്യ സംരക്ഷണത്തിനുള്ള കൂട്ടായ്മകൾ നല്ലതാണെന്നും പി മോഹനൻ തന്റെ നിലപാട് മാറ്റിയിരുന്നു.